ഡിസ്റ്റിലറി ബ്രൂവറി അനുവദിക്കാനുള്ള നീക്കം സർക്കാർ പിൻവലിക്കണമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. എം.പി. രാജേഷിന് എന്തുപറ്റിയെന്നും ഡിസ്റ്റിലറികളിൽ ഉണ്ടാക്കുന്ന മദ്യം മുഴുവൻ കേരളത്തിൽ ചിലവാകുന്നുണ്ടോ എന്നും ചെന്നിത്തല. ഒയാസിസിന് അനുമതി നൽകിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ടെൻഡർ വിളിക്കാതെയാണ് സർക്കാർ നടപടികൾ മുന്നോട്ടു പോകുന്നത്. നിരവധി സംസ്ഥാനങ്ങളിൽ കേസുകളുള്ള കമ്പനിയെ കൊണ്ടുവന്നത് CPM-ന് അഴിമതി നടത്താനെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. മന്ത്രി പറയുന്നത് മദ്യ നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ടെൻഡർ വിളിച്ചില്ല? അപ്പൊ ടെൻഡർ വിളിച്ചിരുന്നെങ്കിൽ ധാരാളം കമ്പനികൾ വരുമായിരുന്നു, ഗവൺമെന്റ് സ്ക്രൂട്ടനൈസ് ചെയ്യാൻ കഴിയുമായിരുന്നു. ഒയാസിസ് ഇന്റർനാഷണൽ കമ്പനിയുടെ കയ്യിൽ നിന്ന് അപേക്ഷ വാങ്ങി അതിനകത്ത് ഇൻ പ്രിൻസിപ്പിൾ ഉത്തരവ് കൊടുക്കാൻ ക്യാബിനറ്റിലേക്ക് മന്ത്രിയാണ് കൊണ്ടുപോയത്. രാജേഷ് ഇതിനെല്ലാം മറുപടി പറയണം. രാജേഷ് എന്തുകൊണ്ട് മറുപടി പറയുന്നില്ല? അദ്ദേഹം പറഞ്ഞ എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും പാലിച്ചാൽ എന്ത് നിയമമാണ് പാലിച്ചത്? ഏറ്റവും പ്രധാനപ്പെട്ട ടെൻഡർ വിളിക്കണ്ടേ? ടെൻഡർ വിളിക്കുമ്പോൾ മറ്റുള്ള ആളുകൾക്ക് അപേക്ഷ കൊടുക്കാനുള്ള അവസരം കൊടുക്കില്ലേ? ഇത് ഒയാസിസ് ഇന്റർനാഷണൽ കമ്പനിയുടെ കയ്യിൽ നിന്ന് അപേക്ഷ വാങ്ങി അത് ക്യാബിനറ്റിൽ വെച്ച് ഇൻ പ്രിൻസിപ്പിൾ അപ്രൂവൽ കൊടുത്ത നടപടി അഴിമതിയാണ്. കൂടുതൽ വിവരങ്ങളുമായി ശാലിനി ചേരുന്നു. ശാലിനി, വിശദാംശങ്ങൾ. രോഹിണി സൂചിപ്പിച്ചതുപോലെ രമേശ് ചെന്നിത്തല പറയും പോലെയാണ് പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട് ഒയാസിസ് ബ്രൂവറി ലൈസൻസിന് കഴിഞ്ഞ ദിവസമാണ് മന്ത്രിസഭാ യോഗം അനുമതി നൽകിയത്. ഈ അനുമതി നൽകിയ തീരുമാനത്തിനെതിരെയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല വീണ്ടും രംഗത്തെത്തിയിട്ടുള്ളത്. സർക്കാരിനെതിരെ പുതിയ അഴിമതി ആരോപണം കൂടിയാണ് അദ്ദേഹം തുറന്നു വെക്കുകയും ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് നിയമസഭാ സമ്മേളനം അടക്കം ആരംഭിച്ച സാഹചര്യത്തിൽ ഈ ബ്രൂവറി ഡിസ്റ്റിലറി ലൈസൻസ് നൽകിയതിൽ അഴിമതി ഉണ്ട് എന്നുള്ള ആരോപണം രമേശ് ചെന്നിത്തല ഉന്നയിക്കുകയാണ്. പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട്ട് ഒയാസിസ് ബ്രൂവറി കമ്പനിക്ക് ലൈസൻസ് നൽകിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് കൂടിയായി രമേശ് ചെന്നിത്തല ചോദിക്കുന്നത്. ഒപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ടെൻഡർ നടപടികൾ ഇക്കാര്യത്തിൽ പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്നും അദ്ദേഹം ചോദിക്കുകയുണ്ടായി. അത് മാത്രമല്ല പാരിസ്ഥിതിക പഠനം അടക്കം നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് M.P. രാജേഷിനോടക്കം ഇപ്പോൾ അദ്ദേഹം ചോദിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ നടപടിയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും. സഭയ്ക്കുള്ളിൽ വിഷയം ഉന്നയിക്കുമെന്നും രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞു. ശരി, ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.